ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം എന്തുകൊണ്ട് അവിടെ പ്രൈസുമോ പാട്ട് പഠിക്കുക കേട്ടോ. അതായത് ഇന്നിപ്പോൾ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് വെനസ്ഡേ മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾക്ക് 7:30 to 9:30 എല്ലാ വെനസ്ഡേയും ഫ്രൈഡേ പിന്നെ സാറ്റർഡേ ഒക്കെ ഉണ്ട്. അപ്പോൾ സാറ്റർഡേ ഞാൻ ഇരിക്കാറില്ല, ഈ 2 ദിവസം അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇന്ന് ഓരോ വീട്ടുകാരുടെയും പാട്ട് പാടും. ഇപ്പം നമ്മൾ മലയാളം പാടുന്നെങ്കിൽ വേറൊരാൾ ഹിന്ദി, ചിലപ്പോൾ 2 ഫാമിലിക്കാർ ഹിന്ദി ആയിരിക്കും. ഇപ്പം ഇന്ന് ഞങ്ങളുടെയാണ്. അപ്പം ഞാൻ പോൾമോന് ആക്ച്വലി ട്യൂഷൻ പോയാൽ പിന്നെ 9 മണിയാകുമ്പോഴേ വരത്തുള്ളൂ. 6 മണിക്ക് പോയാൽ 9 മണിക്കേ വരത്തുള്ളൂ. അപ്പോൾ അവൻ കാണത്തില്ല. അപ്പോൾ പ്രൈസമ്മോനെ എൻ്റെ കൂടെ ഇരുത്തും. ചില പുതിയ പാട്ടുകളൊക്കെ ഞാൻ പഠിച്ച് പാടുന്നതാണെങ്കിൽ അവന് പാടാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞൊരു സോങ് ബുക്ക് കൊടുത്തിട്ട് പറഞ്ഞു പോയിരുന്നു പഠിക്കുന്നു. അങ്ങനെ അവിടെ പോയിരുന്നു പഠിക്കും. അപ്പോഴേ ഇന്നലെ എന്നോട് ജിൽസിയും അഖിലും പറഞ്ഞ് ചേച്ചി അഖിലിന് നമ്മുടെ ഇവിടെ രാത്രിയാകുമ്പോൾ അഖിലിന് പകൽ. അപ്പോൾ അഖിൽ നോക്കിയിരിക്കും. അത് കഴിഞ്ഞിട്ട് അഖിൽ കിടക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞ് ചേച്ചി ലേറ്റായിട്ടാണോ വീഡിയോ ഇട്ടേ ജിൽസിയും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ല, കാരണം ഞാൻ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് ഞാൻ എക്സ്പോർട്ടിങ് ഒക്കെ ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് ചില സമയത്ത് ഞാൻ ചെയ്യും. എനിക്ക് സമയം ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ റീച്ചാനോട് പറയും ഒന്ന് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ റീച്ചാൻ ലാപ്ടോപ്പിൽ നിന്ന് അപ്ലോഡ് ചെയ്യും. ഇന്നലെ ഞാൻ ഇവിട്ടിരുന്ന് ഞാൻ 12:30 പറഞ്ഞു റീച്ചാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യുമോ പറഞ്ഞു. അത് കഴിഞ്ഞില്ല, ഗ്യാസ് പ്രശ്നമൊക്കെ ആയോണ്ടേ റീച്ചാൻ അങ്ങ് ഗഡുബടിൽ വെളിയിൽ കടകളിലാണെങ്കിലും ഇന്നലെ മിക്ക എടുത്തും ഫുഡുകൾ പോലും തികഞ്ഞില്ല. കാരണം മനുഷ്യരിൽ അപ്രതീക്ഷിതമായിട്ട് ആണ് ഗ്യാസ് ബന്ധായത്. ഞങ്ങളോട് ആ വീഡിയോ ഞാൻ എടുത്തു ഇട്ടിട്ടുണ്ട്, ഞാനത് ഇടാം. അപ്രതീക്ഷിതമായിട്ടായപ്പം ആൾക്കാരെന്തോ ഒന്നും കരുതിയിട്ടുമില്ല. അങ്ങനെ ഗഡുബടിൽ റീച്ചാൻ കുറച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. 1 മണി സാധാരണ രാവിലെ 12 മണിയാകുമ്പോഴോ 11 മണിയാകുമ്പോഴോ റീച്ചാൻ അങ്ങ് 1 മണിക്കത്തേക്കിന് അപ്ലോഡ് ചെയ്ത് വെക്കും. അത് ഓട്ടോമാറ്റിക്കലി 1 മണിയാകുമ്പം ആയിക്കോളും. അങ്ങനെ ചെയ്തെന്നുള്ള ഓർമ്മയായി പോയി. അപ്പോൾ 1:15 ഇന്നലെ ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ കമൻറ്റ് എനിക്ക് കാരണം 12:30 ഞാൻ റീച്ചാനോട് പറഞ്ഞ് റീച്ചാനാന്നും പറഞ്ഞ് ചെയ്യുന്നതും കണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അവരോട് അങ്ങനെ പറയുകയും ചെയ്തില്ല 1 മണിക്ക് ഇട്ടെന്ന്. സോറി കേട്ടോ അഖിൽ മോനെ, ജിൽസിക്കുട്ടി. അങ്കിള് റീച്ചാൻ 1:15 ഇട്ടത്. കാരണം അത് കേട്ടോണ്ടെങ്കിൽ എനിക്കങ്ങ് കാരണം നമ്മുടെ ഈ കുഞ്ഞ് യൂട്യൂബറായ എന്നെ ഇത്രയും എൻ്റെ വീഡിയോ കാണാൻ മത്സരിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ കമൻ്റ് ഇടാൻ വേണ്ടി അതൊക്കെ കാണുമ്പോൾ എനിക്കും ഒരു ത്രില്ല്, അവർക്കും ഒരു ത്രില്ല്. ലക്ഷറി ഡീലർക്കാർ മോള് പറഞ്ഞ അഖിൽ ചന്ദ്രനെയൊക്കെ പോലെ മൂക്ക് കടിക്കുന്നു. ചേച്ചി എനിക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റത്തില്ലെന്ന് അഖിൽ ഇന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ട് നിങ്ങൾ പറയാം അഖിലേന്ന്. അതല്ല, അങ്ങനെയുള്ള കമൻസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലേ. ചേച്ചി എത്ര ബെടുബോട് പറഞ്ഞാലും എത്ര കുക്കിംഗ് കാണിച്ചാലും ഞങ്ങൾക്ക് ബോറില്ല, ഞങ്ങൾ കാണുമെന്ന്. അതുപോലെ എൻ്റെ 2 ചക്രമുത്തുകളെ കാണുന്നില്ലല്ലേ, ഗീതേച്ചി, വിജിയാനിൽ. അവർ എനിക്ക് എൻ്റെ ഇടവും വലവും എന്ന് വേണേൽ പറയാൻ ചിലരെ. അതുപോലെ എനിക്ക് സപ്പോർട്ട് തരുന്നവരാ കുറേ പേര്. എൻ്റെ ചെറിയതാന്നേലും വലുതാന്നേലും വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്നവരാ കുറച്ച് പേര്. അങ്ങനെ പലരും ഉണ്ട്. ഞാൻ അങ്ങ് പേരങ്ങ് മറന്നു പോകും കേട്ടോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നിങ്ങളുടെ കമൻസാണ് ഞങ്ങളെപ്പോലുള്ള ചില യൂട്യൂബേഴ്സിനൊരു മുന്നോട്ട് പോകാനുള്ള പ്രയോജനം. നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ഒരു ഫ്രണ്ട്സ് ഇല്ലായിരുന്നു യൂട്യൂബിൽ നിന്ന്. ഇപ്പം നല്ല അത് ഞാൻ പിന്നൊരു ദിവസം കാണാം. ഇപ്പം എൻ്റെ ബെഡ്ബെഡിന്ന് കൂടുമായിരിക്കും. അതുകൊണ്ട് അപ്പോൾ കഴിവതും ഞാൻ ഒരു 15-20 മിനിറ്റിന് ഉള്ള വീഡിയോ ഇടാൻ പറ്റും. പലരും പറഞ്ഞ് ബിജി ലോങ് വീഡിയോ ആണെങ്കിലും സാരമില്ല ഞങ്ങൾ കാണുമെന്ന്. അപ്പം ഞാൻ എല്ലാവരെയും നോക്കണ്ടേ, ജോലിക്കാരെയും നോക്കണം, എല്ലാം നോക്കണം. അതുകൊണ്ട് 20 ആകുമ്പം കുഴപ്പമില്ല. 10 മിനിറ്റ് വേണമെങ്കിൽ കുറച്ച് നേരം കാണുമോ, പിന്നെ 10 മിനിറ്റ് കണ്ടാലും കുഴപ്പമില്ലല്ലേ. അങ്ങനെ എൻ്റെ ചക്കരമുത്ത് അവിടെ നിന്ന് പാടുന്നത് ഭയങ്കരമായിട്ട് മലയാളമാണ്. അവന് നല്ല ട്യൂണാണ് കേട്ടോ, പെട്ടെന്ന് അവൻ ക്യാച്ച് ചെയ്യും. നമ്മളൊക്കെ
ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അവന് ആ വേർഡുകൾ അറിയത്തില്ലെങ്കിൽ അവൻ ഇങ്ങനെ ട്യൂണിട്ട് നമുക്ക് തരും. അപ്പം നമുക്കത് മനസ്സിലാവും. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരുടെയും ഈ സഹകരണം. ഇപ്പം കമൻസൊക്കെ ഓർത്തിടുന്നുണ്ട്, അതിനൊത്തിരി നന്ദിയുണ്ട്. ചിലർക്കങ്ങ് മടിയാ കമൻസ് ഇടാൻ. അതിപ്പം എനിക്കാണേലും മടി കാണും കേട്ടോ. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കമൻ്റ് ഇട്ടത് ജോമാസ് വേൾഡിൽ പുള്ളിക്കാരി എനിക്ക് കമൻറ്റ് ചെയ്താൽ ഉടനെ തിരിച്ചിടും. അത് കാണാഞ്ഞതുകൊണ്ട് ഞാൻ പോയി നോക്കിയോണ്ടേ കാണാനില്ല. അതുപോലെ ഇന്നലെ ഉഷാദേവി എന്നോട് പറഞ്ഞു, വിജി ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇട്ടല്ലോ വിജി, അത് കാണുന്നില്ലെന്ന്. പക്ഷേ ആ കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുത്ത് എനിക്ക് ആ കമൻറ്റ് കാണാൻ പറ്റും. പക്ഷേ പുള്ളിക്കാരിക്ക് ആ വീഡിയോയിൽ ചെന്ന് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ മിഞ്ചീസ് എന്നും പറഞ്ഞൊരു വ്ളോഗുണ്ട്, അതിൻ്റെ അകത്തും പുള്ളിക്കാരി ഇടുന്ന കമൻസുകൾ കാണുന്നില്ല, ലൈക്ക് പക്ഷേ കാണുന്നുണ്ടെന്ന്. അത് എവിടെ പോകുമെന്ന് ആർക്കറിയാം. ഞാനും വൈറ്റി സ്റ്റുഡിയോയിലാണ് നോക്കുന്നത്, അറിയത്തില്ല എന്തോ ഇനിയും പ്രശ്നങ്ങളെന്ന്. ആർക്കറിയാം ഇനി സ്പാമിൽ പോവുകയാണോ എന്തോ എന്നുള്ളത്. പിന്നെ ഒന്നുമില്ല. ഓക്കെ. അതുപോലെ ഇന്നലെ എനിക്ക് വന്ന കമൻറ്റാ, ഇഡലി സാമ്പാർ ഇന്നലത്തെ സാമ്പാറായിരുന്നല്ലേ, ജയേച്ചിയും അജിതേച്ചിയും ഉറങ്ങിയ സാമ്പാർ. അപ്പം എനിക്ക് ആദ്യം അങ്ങോട്ട് ക്ലിക്കായില്ല. ഇനി ഉണങ്ങിയ സാമ്പാർ എന്നാണോ എഴുതിയതെന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വന്നു, ഇവർ രണ്ടുപേരും തലേന്നത്തെ കറിക്ക് പറയുന്നത് ഉറങ്ങിയതിനെ ഒന്ന് ഉണർത്തി, ചൂടാക്കുന്നതിനെ ഉണർത്തി എന്ന് പറയും. പിന്നെ എനിക്ക് മനസ്സിലായത് ഇതായിരുന്നല്ലോ സംഭവം. ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്തോ ഇങ്ങനെ എഴുതിയത് എന്തുവാ. എൻ്റെ ഈ പല്ലെടുത്തുകൊണ്ട് ഒരു വല്ലാതെ ഇവിടം. അങ്ങനെ ഞാൻ ചിന്തിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ, ഉറങ്ങിയ സാമ്പാറിനെ ഉണർത്തി. അതെൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞു. അതിനുശേഷം കറിക്കും തോരനുമുള്ള ഇഞ്ചിയും ഒരു മീൻകറി വെക്കുന്നതിനുള്ള ഇഞ്ചി, മീൻകറി ഞാൻ എന്നും മുളക് അരച്ച് വെക്കുന്നത് പോലല്ല ഇന്ന് ചെയ്യുന്നത്. പിന്നെ തോരനുള്ള സവാള, ടൊമാറ്റോ, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇതൊന്ന് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെക്കട്ടെ. എന്നിട്ട് ഞാൻ പിന്നെ ഒന്നീ അകത്ത് പോയി ഇരുന്നരി, അല്ലെങ്കിൽ ഇവിടെ നിന്നങ്ങ് അരിയും. പിന്നെ തുണികളൊക്കെ കഴുകാൻ ഇടുന്നുണ്ടെങ്കിൽ അതിങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യും. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് ചിരണ്ടി വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഓരോന്നോരോന്ന് എടുക്കാനായിട്ട് ഫ്രിഡ്ജിൽ പോകണ്ടല്ലേ. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് ഒന്ന് ചെയ്യാം. അപ്പം വെളുത്തുള്ളി ഇപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചോണ്ടേ 320. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പക്ഷേ കിട്ടിയ വെളുത്തുള്ളി ഉണ്ടല്ലേ, പച്ച വെളുത്തുള്ളി. ചില വെളുത്തുള്ളി ഉണ്ടല്ലേ ഇച്ചിരി ഒന്ന് കറുപ്പ് പോലെ അകത്ത് പൂപ്പൽ പോലെ, അങ്ങനെയുള്ള വെളുത്തുള്ളിയായിരുന്നു, ഉണങ്ങിയ വെളുത്തുള്ളിയല്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പം വില കുറവെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഫിംഗർ ക്യാപ്പ് കണ്ടോ, ആകെ ഒരു കളറൊക്കെ മാറി. കാരണം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫിംഗർ ക്യാപ്പ് 3-4 എണ്ണം പന്നലായി. കാരണം ചിലതിങ്ങനെ ഒട്ടി അങ്ങായിപ്പോയി. ഞാൻ പറഞ്ഞതിൽ ചിലതിങ്ങനെ ഇത്തിരി പൊങ്ങ് പോലെ വന്ന് ഇച്ചിരി നിന്നിട്ട് അതങ്ങ് പെട്ടെന്ന് കീറിപ്പോയി. ഈട് നിൽക്കുന്നത് 3-4. ഞാൻ പിന്നെ എടുത്ത് അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ച് വെളിയിലിരിക്കാതെ ഉള്ളതെടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെച്ചേക്കുക. പച്ചപ്പയറുണ്ടല്ലോ, നമ്മുടെ ഉടിയൻ പയർ, അതാ തോരൻ വെക്കുന്നത്. അതിൻ്റെ അകത്ത് ഉള്ളിയും സവാളയും എന്തോ വേലയാണ്. സവാളയും തേങ്ങയും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് കൈ കൊണ്ട് ഞെവിടി. ഇവിടെ ഈ പയറൊക്കെ മെഴുക്കുരട്ടി വെച്ചാലേ ഈ പിള്ളേരൊന്നും കൂട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങ് തോരനാക്കാം. തോരനാകുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്. മെഴുക്കുരട്ടി ഇവിടെ എനിക്കിഷ്ടമാണ്, പക്ഷേ ബാക്കി ആർക്കും അങ്ങനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ മെഴുക്കുരട്ടി അങ്ങനെ വെക്കാറില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീദേവി കുമ്പിളി അങ്ങനെ ഒരു ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കണ്ടോണ്ടേ, അത് എൻ്റെയും ചാനൽ വന്ന് കാണുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അവിടെയും പോയി നോക്കും. വറ്റ നല്ല പീസ് മീൻ, അത് കണ്ടിട്ട് തന്നെ കൊതിയായി. കാരണം നമുക്ക് ഇവിടെങ്ങും വറ്റ മോത ഞങ്ങളുടെ ഈ ഏരിയയിലൊന്നുമില്ല.
നേരത്തെ ഞങ്ങൾ മീരാ റോഡിൽ താമസിച്ച സമയത്ത് അവിടെ മോത വരുവാണ്. പക്ഷേ മോത കണ്ടാൽ എനിക്കൊട്ട് അറിയത്തുമില്ല. നല്ല മീനാ മോത, അതൊക്കെ അച്ചാറിടാനൊക്കെ നല്ലതാണ്. നല്ല നെയ്മീൻ്റെ കൂട്ടാൻ മോതയും. അപ്പം അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഈ അയല, മത്തി, ചൂര ഇത്രയുമാ കൂടുതലും. പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ചില മീനുകളും ഉണ്ട്. അപ്പം കുറച്ച് അയല ഇരിപ്പുണ്ടായിരുന്നു. അത് ഇന്ന് ഞാൻ മുളക് അരച്ചല്ല വെക്കുന്നത്, അല്ലാതെ വെക്കാനായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ മക്കളുണ്ടല്ലേ, ഇരട്ട കുഞ്ഞുങ്ങൾ, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അവന്മാരിൽ മൂത്താക്ക് മീൻ വേണം, ഇളയാക്ക് മുട്ട മതി. ഇളയാക്ക് മീൻ അത്ര താല്പര്യമില്ല. കാരണം എപ്പോഴോ കൊച്ചിൻ്റെ വായിൽ മുള്ളു പോയിട്ടുണ്ട്. മീൻ കണ്ടാൽ കൊച്ചിന് പേടിയാണ്. മൂത്താക്ക് മീൻ ഇല്ലെങ്കിൽ പിന്നെ ചോറിറങ്ങത്തില്ല. ഒരിടയ്ക്ക് മൊത്തം ചമ്മന്തിപ്പൊടിയായിരുന്നു. വെഞ്ചി മമ്മി ചമ്മന്തിപ്പൊടി കൊണ്ടുപോവാ, വെഞ്ചി മമ്മി ചമ്മന്തിപ്പൊടി കൊണ്ടുപോവാന്ന് ഫോണെടുത്ത് വിളിക്കും. അപ്പോൾ അവൾ കൊണ്ട് കൊടുക്കും. എന്തിനും അവന് ദോശ തിന്നാനും ചമ്മന്തിപ്പൊടി വേണമായിരുന്നു, എല്ലാത്തിനും ചമ്മന്തിപ്പൊടി വേണമായിരുന്നു. ഇപ്പം തോരനൊക്കെ ഇവിടെ റെഡിയായേ. അപ്പം മീൻ കറി വെക്കാനായിട്ട് ഞാൻ ഇച്ചിരി ഓയിലൊഴിച്ച് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരിച്ചിരി ഉലുവയും കടുവും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൽ കുടംപുളിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടൊമാറ്റോയും പച്ചമുളക് കൂടെ ഇച്ചിരി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കാരണം ഇച്ചിരി എരിവ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുക. ഇപ്പം എരിവ് ഇച്ചിരി കുറയ്ക്കണം, എൻ്റെ വയറിനൊക്കെ ഒരു ഇത്തിരി ഇതുണ്ട്. ഞാൻ സാധാരണ മീൻകറിയൊക്കെ നല്ല അത് തന്നെ പോളിനും അങ്ങനെ നല്ല ഇതായിട്ട് വേണം. അപ്പം ഞാനിതിന് അരപ്പിനായിട്ട് ഇച്ചിരി ഒരു അരമുറി തേങ്ങ, ഞാൻ ഈ മിക്സിയുടെ ജാറ് കഴുകിയുണ്ട്, പുളിയും പുളിവെള്ളം കൂടെ അതിൻ്റെ അകത്ത് ഒഴിച്ചാൽ കഴുകിയത് കേട്ടോ. എന്നിട്ട് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് എന്നിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഉലുവാപ്പൊടിയും ചേർത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇച്ചിരി ഒന്ന് ചൂടാവത്തേ ഉള്ളൂ. ചൂടാവുമ്പോഴത്തേക്കിന് മീനൂടെ പറക്കിയിട്ട് കൊടുക്കും. അപ്പം ചിലരെന്നോട് വാട്സപ്പിലൊക്കെ പറയും, വിജി നാട്ടിൽ വരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടല്ല ഇപ്രാവശ്യം വരണം തീർച്ചയായും. അപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബറുണ്ട്, വാട്സപ്പിലെ മെസ്സേജ് ഇടത്തുള്ളൂ, പാലായില ഹോട്ടലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, വിജിക്ക് ഇഷ്ടമുള്ള കിഴിപ്പൊറോട്ട അതെല്ലാം ഉണ്ടാക്കിത്തരാം, കഴിക്കാൻ പറ്റും, വരണേ. പക്ഷേ എനിക്ക് ഈ വീണ നടുവിൻ്റെ പ്രയാസമായിരുന്നു അന്ന്. പിന്നെ ഇത്രയും ലോങ് യാത്ര ഞാൻ ചൂപ്പാടാവും, അതുകൊണ്ട് ഞാനങ്ങ് മടിച്ചതാ. എനിക്കെൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോട് സ്നേഹമാണ് കേട്ടോ. എന്നെ ഇത്രയും സ്നേഹിക്കുന്നവർ ഞാൻ വന്നില്ല എങ്കിലും നിങ്ങളാരും എന്നോട് എൻ്റെ ഗമയാണോ അങ്ങനെയൊന്നും ചിന്തിക്കല്ല. എൻ്റെ സിറ്റുവേഷൻ ഇതായിപ്പോയി. കഴിവതും ഞാൻ നാട്ടിൽ വരുമ്പം വരാൻ നോക്കാം. ഇപ്രാവശ്യം എന്തു വന്നാലും നാട്ടിൽ പോകുന്നില്ല എന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്നാൽ എന്നോട് പലരും പറഞ്ഞ്, ഇവിടെ നാട്ടിൽ വന്നിട്ടും കൊച്ചുങ്ങളെയും കൊണ്ട് കറങ്ങാൻ പോകുന്നില്ലേ, അതേ ഇല്ലേ ഇതില്ലേന്ന്. പക്ഷേ നമ്മൾ കുറച്ച് നാളുള്ള സമയത്ത് നമ്മുടെ അമ്മയുടെ കൂടെയൊക്കെ നിൽക്കാനായിരുന്നു എനിക്ക് താല്പര്യം. കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാതെ ഇങ്ങനെ കറങ്ങാൻ നടന്നാൽ അമ്മയ്ക്കൊന്നും അങ്ങനെ യാത്രയൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഒത്തിരി പേര് ചോദിച്ചെന്താ മക്കളെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പൊയ്ക്കൂടെയെന്ന്. അപ്പം മീൻകറി വറ്റി ഇങ്ങനെ വന്നു. ഞാൻ അതിലേക്ക് ഇത്തിരി കടുകൂടെ വറുത്ത് ചേർത്തു. അപ്പോൾ ഇവിടുത്തെ മൂത്ത മോൻ എപ്പോഴും മോര് വേണ്ടേ, അതുകൊണ്ട് ഒരു മോര് കറിയും കൂടെ. ഇപ്പോൾ ഈ മോര് കറി ഒരു 3-4 ദിവസത്തേക്കിന് കാണും. കൊച്ചതിന് അത്രയില്ല. ഇപ്പോൾ ആ മീൻ തേങ്ങ അരച്ച കറി ഉണ്ടല്ലോ, അത് അവനിഷ്ടമാണ്. അവനതുകൊണ്ടൊക്കെ നിന്നോളൂ. അവന് മോര് കറി അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇവിടെ ഞാനും മോര് കറി ഉപയോഗിക്കാറില്ല. ഡാഡിക്ക് ചപ്പാത്തി കൊടുത്താലും ചിലപ്പോൾ മോര് കറി ഉണ്ടോയെന്ന് ചോദിക്കും. ഡാഡിക്കും ഇഷ്ടമാണ്. അപ്പം മോരിനും കടുകൊക്കെ വറുത്ത് ചേർത്ത് ഞാൻ എക്സോസ് ഫാൻ ഓണാക്കി. കാരണം ഈ കടുകൊക്കെ വറുത്തതിൻ്റെ സ്മെല്ലും ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെ സൗണ്ട് ഇടാഞ്ഞത്. എക്സോസ് കിടക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ നോർമൽ സൗണ്ട് കൂടെ പറയുവാണെങ്കിൽ ഒന്നും കേൾക്കത്തില്ല, ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരാളിരുന്ന് ഓറഞ്ച് തിന്ന് കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുക. ഈ ഓറഞ്ച് എന്ന് പറയുന്നതേ ഇല്ല മുസമ്പി പോലുള്ള ഓറഞ്ചാണ്. മധുരമുണ്ട്, പക്ഷേ ഇല്ല ഓറഞ്ച് കളറെന്ന് പറയത്തില്ലേ, ആ തൊലിയുള്ള ഓറഞ്ചായിരുന്നു. അതിന് നല്ല ജ്യൂസൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ട്, തൊലിയും അങ്ങോട്ട് പൊളിക്കാൻ ഇത്തിരി പക്ഷേ മധുരം നല്ലതായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ കാണിക്കുന്ന വീഡിയോ സൺഡേയിലത്തെ വീഡിയോ കേട്ടോ, ഇച്ചിരിയേ ഉള്ളൂ. അന്നേരം പ്രെയർ കഴിഞ്ഞിട്ട് ഇന്ന് ഇടിയപ്പവും
തേങ്ങാപ്പാലുമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇടിയപ്പവും തേങ്ങാപ്പാലൂടെ കഴിക്കുന്നത്. ഞാനങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാറില്ല. കാരണം ഇവിടെ പോൾമോൻ ഔട്ടിരുന്ന് പിന്നെയും കഴിച്ചു. പ്രീസമോൻ കൈയും കൊണ്ട് തൊട്ടില്ല. വായി വെച്ച് കൊടുത്തിട്ട് പോലും അവനത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഉണ്ടാക്കുവാന്നേലും അവന് വേറെ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് ഞാനങ്ങനെ വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കിയാലും എന്തെങ്കിലും കറി കൂട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് പുക കൊണ്ടുവന്ന് വെച്ചായിരുന്നു. അപ്പോൾ അവൻ അത് ഇച്ചിരി എടുത്ത് കഴിച്ചു. അല്ലാതെ ഇത് തൊട്ടതേയില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതായിരുന്നേ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.